എന്നൊക്കെ പറയാൻ പറ്റുന്ന KM ഷാജി സാഹിബ് അപക്വമായ പല ഇടപെടലുകളും ആർക്കോ വേണ്ടി വെന്തുകൊണ്ടിരിക്കുന്ന ഒരു സാധു എവിടുന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഏതോ വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് സമസ്തക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് കരുതി കുരുത്തക്കേടിന്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷാജി സാഹിബിനെതിരെയാണ് ഇന്ന് എൻ്റെ സംസാരം. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറാംഗമായ ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദിനെതിരെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അത് നിർത്തിയാൽ അദ്ദേഹത്തിന് നല്ലത്. ഇല്ല എങ്കിൽ ഈ തീയതി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. KM ഷാജി, സമസ്തയോട് കളിച്ച ഒരാളും നന്നായിട്ടില്ല. നിങ്ങളുടെ തന്നെ രാഷ്ട്രീയത്തിന്റെ നേതാവ് ഇപ്പോ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളുടെ അവസ്ഥ നന്നായിട്ട് അറിയാലോ. സമസ്തയൊന്ന് ചെറുതായിട്ട് തോണ്ടി നോക്കാൻ ശ്രമിച്ചതാണ്. അടിയിങ്ങനെ പാർസലായിട്ട് കുവൈത്തിൽ നിന്നാണ് കിട്ടിയത്. മുഖം കെടുക തന്നെ ചെയ്യും. സമസ്തക്കെതിരെ ആര് തിരിഞ്ഞാലും മുഖം കെടും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. സമസ്തക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ താറുമാറായ ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല കേടൽ സ്വഭാവമുള്ള സംഘടന, ആ സംഘടന പോലും സമസ്തയോട് കളിക്കാൻ വന്നപ്പോൾ എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താക്കീത് തരുന്നത്. ഷാജി, നിർത്തിക്കോ ഇവിടം വെച്ച്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ദീന് പറയണ്ട എന്ന് പറഞ്ഞു, അതിന് മൂപ്പർ ഖുർആൻ ഓതുകയാണ്. ആ ഖുർആൻ ഓതുന്നതിന്റെ കോലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്ന് പറയുന്നുണ്ട് ഖുർആൻ. അതും നോക്കിയിട്ട് നല്ല കണ്ണട വെച്ച് നോക്കിയിട്ട് ഒന്നും രണ്ടും പ്രാവശ്യം ആരോ എഴുതി കൊടുത്ത കുറിപ്പ് വായിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് ഓതിക്കൊണ്ടാണ് ഒരു വരി പോലും ഓതാൻ അറിയാത്ത KM ഷാജി സാഹിബെ അങ്ങ് സമസ്തയുടെ മക്കളോട് കളിക്കാൻ വന്നത്. ഒരു വരി ഓതാൻ പോലും അറിയാതെ, തെറ്റാതെ ഓതാൻ പോലും അറിയാത്ത അങ്ങാണോ സമസ്തയോട് കളിക്കാൻ വന്നിട്ടുള്ളത്? അങ്ങക്കാണോ ദീൻ പറയേണ്ടത്? ഇതിന് മൂപ്പർ പറഞ്ഞു വരികയാണ്. അതായത് ദീൻ ആർക്കും പറയാം, വിശ്വാസിയായ ആർക്കും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് തെറ്റായി ഓതി അത് കേട്ട ആരെങ്കിലും അത് പഠിച്ചാലോ ഷാജി സാഹിബെ? അതുകൊണ്ട് നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ദീൻ അങ്ങനെ ആർക്കും പറയാൻ പറ്റൂല. ദീന് പറയാൻ വേണ്ടി പണ്ഡിതന്മാരുണ്ട്, അത് അവർ ചെയ്തോളും. നിങ്ങൾ രാഷ്ട്രീയം നോക്കിയാൽ മതി. കാരണം രാഷ്ട്രീയക്കാരനാകാൻ വലിയ വിവരമൊന്നും വേണ്ട. അതുകൊണ്ടാണല്ലോ നിങ്ങൾ MLA പോലും ആയത്. അതിന് വലിയ വിവരമൊന്നും വേണ്ട. അതാർക്കും ആകാൻ പറ്റുന്ന സംഭവമാണ്. അത്യാവശ്യം ഗുണ്ടായുസവും അത്യാവശ്യം തരികിടൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും രാഷ്ട്രീയത്തിൽ എവിടെയും എത്താം. അതുകൊണ്ട് മൂപ്പർ കിയാസാക്കുകയാണ്. നാട്ടിക മൂസ മുസ്ലിയാർ മൂപ്പർ വലിയ പണ്ഡിതനായിരുന്നു. മൂപ്പർ ദീനും പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമായി ലീഗിന്റെ ലെവലിൽ എന്ന് പറഞ്ഞു. ശരി, മൂപ്പർ ആരായിരുന്നു? ലീഗിന്റെ തലപ്പത്തിരുന്നിട്ട് പോലും, ലീഗിന്റെ നിങ്ങൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും, ലീഗിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ട് പോലും മൂപ്പർ നഖശികാന്തം വഹാബിസത്തെ ബിദഈ പ്രസ്ഥാനക്കാരെ അതിശക്തമായിട്ട് എതിർത്തില്ലേ? നിങ്ങൾ വാനോളം പുകഴ്ത്തിയ വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞ ആ നാട്ടിക ഉസ്താദിനെ നിങ്ങൾ യഥാർത്ഥത്തിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ തിരിയുമായിരുന്നോ?